നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സിനിമാ ഫീൽഡില് നമ്മുടെ സിനിമാ നടികളെ ഒരു പരിധി വരെ നശിപ്പിക്കുന്നത് അവരുടെ അമ്മമാരാണ്. നിങ്ങൾക്ക് അതിന്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം. ഓരോ നടികളുടെ പിന്നിലും അവരെ അമ്മമാരാണ്. കാശിന് ആക്രാന്തം, അതുപോലെ തന്നെ മകളെ ആർക്ക് വേണമെങ്കിലും കാഴ്ചവെക്കാം, ഒരു ചാൻസിന് വേണ്ടി എന്തും ചെയ്യാം. ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും പ്രൊഡ്യൂസർമാരായിട്ടൊക്കെ എഗ്രിമെന്റ് വെക്കുന്നതും ഈ അമ്മമാരാണ്. അതിനുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോണത്. അമ്മമാരോട് പറയണത് എന്താണ്? നിങ്ങൾ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ സ്റ്റാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ശരീരത്തിന് വില കൂടി. നിങ്ങൾക്കിപ്പോ ആരെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് ഒരു 1000, 2000, 50,000 വില ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സിനിമാ നടിയായ 1 ലക്ഷം 2 ലക്ഷം വില. അതുമല്ല, നിങ്ങൾ മലയാളത്തിൽ ഒരു നടിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമിഴിൽ മാർക്കറ്റായി, തെലുങ്കിൽ മാർക്കറ്റായി, കന്നഡത്തിൽ മാർക്കറ്റായി. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കെടുന്നു കൊടുത്താൽ, നിങ്ങളുടെ മകൾക്കൊന്ന് കെടുന്നു കൊടുത്താൽ എന്താ നഷ്ടം? ഇതൊക്കെ ആരറിയാൻ പോകുന്നു? നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടം വരില്ല. ഇത് ലാഭക്കച്ചവടം മാത്രമാണ്. ആരാണ് ഇങ്ങനെയുള്ള പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ ഏത് അമ്മമാരാണ് ഇതിൽ വീഴാണ്ടിരിക്കുക? അപ്പോൾ നമുക്ക് ഇങ്ങനെ വീണ ഒരു അമ്മേനെ കുറിച്ച് നമുക്കൊന്നൊരു ചർച്ച ചെയ്യാം. ഇങ്ങനെ വീണ അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് അത് കുറച്ച് പിന്നിലേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടിയുടെ ചരിത്രം തന്നെ നമുക്കത് പറയേണ്ടി വരും. അതായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ വിഷയം. വേറെ ആരുമല്ല, ലിസിയുടെ ജീവിതമാണ് നമ്മൾ പറയാൻ പോണത്. ലിസി അങ്ങനെ കണ്ടമാനം നടന്നു അല്ലെങ്കിൽ അമ്മ മകൻ അങ്ങനെ നടന്നു അല്ല നമ്മൾ പറയണത്. ലിസി ആള് ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ വരുമ്പോൾ ഒരു സ്വാദു പെൺകുട്ടിയാണ്. ഒരു നല്ല നിഷ്കളങ്കതയുള്ള, ആരോടും ഒരു എതിർവാക്കിനും മറുവാക്കും ഇല്ലാത്ത ഒരു പെൺകുട്ടീന്. പക്ഷെ ലിസിയുടെ അമ്മ അങ്ങനെയല്ല. ലിസിയുടെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പനമ്പള്ളി നഗറിൽ ഒരു നക്ഷത്ര വേശ്യാലയം നടത്തിയിരുന്നതിൻ്റെ ഒരു ഉസ്താദാണ് നമ്മുടെ ലിസിയുടെ അമ്മ. അപ്പോൾ 2001 നമ്മുടെ 13 വർഷങ്ങൾക്ക് മുമ്പാണ് പൂക്കാട്ടുപടി ഏലിയാമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാവരും അറിയും. അത്ര ഫേമസ് ആണ് അവർ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ വേണ്ടപ്പെട്ടവർ, രാഷ്ട്രീയക്കാർ, സിനിമാക്കാർ എല്ലാവരും ചെന്ന് കയറുന്ന ഒരു വലിയൊരു വേശ്യാലയം, നക്ഷത്ര വേശ്യാലയമാണ് ഈ നമ്മുടെ പൂക്കാട്ടുപടി ഏലിയാമ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വേശ്യാലയം നടത്തുമ്പോൾ മകളെ സിനിമയിലേക്ക് കയറ്റാനായിട്ട് എന്താ എളുപ്പം? ഒരു പ്രശ്നമില്ല. അവിടെ വരുന്ന കസ്റ്റമറോട് പറഞ്ഞാൽ മതി. അവിടെ സിനിമാക്കാർ വരുന്നുണ്ട്, ഡയറക്ടേഴ്സ് വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. അവരോടൊരു വാക്ക് പറഞ്ഞാൽ നടിയായി എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ നമ്മുടെ പൂക്കാട്ടുപടി ഏലിയാമ്മേനെ പനമ്പള്ളി നഗറിൽ വെച്ച് ഒരു ദിവസം ഇതിന് കൂട്ടൊരാളുണ്ട്, പുനലൂർ ജോസഫ് എന്ന് പറഞ്ഞ ആളാണ് ഇതിന് ഷെയർ. അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നക്ഷത്ര വേശ്യാലയം അങ്ങനെ റെയ്ഡ് ചെയ്തു, അങ്ങനെ പിടിച്ചു. അപ്പം അതിനു മുമ്പ് ഈ നമ്മുടെ ഒരു സിനിമയിൽ നമ്മുടെ ലിസിയുടെ നല്ലൊരു ക്യാരക്ടർ കിട്ടിയിട്ട് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ലിസി സിനിമയിൽ വരുമ്പോൾ അതൊരു നല്ലൊരു തുടക്കമായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാനും നല്ല സൗന്ദര്യമുള്ള കുട്ടി. അപ്പം അങ്ങനത്തെ പെൺകുട്ടികളൊന്നും ഇന്ന് സിനിമാ ഫീൽഡിൽ വരുന്നില്ല. ഇപ്പോഴുള്ള പെൺകുട്ടികളൊന്നും നമുക്ക് ആരും വന്ന ലിസീൻ്റെ പോലെയോ മേനകയുടെ പോലെയോ അല്ലെങ്കിൽ ഉർവശിയുടെ പോലെയോ അല്ലെങ്കിൽ അംബിയുടെ പോലെയോ ഒന്നും സൗന്ദര്യമുള്ളവരും നമ്മളൊന്ന്, ജയഭാരതി ഷീല അവരെ പോലെയുള്ള സൗന്ദര്യമുള്ളവരെ നമ്മളൊന്ന് കാണുന്നില്ല. അത് വളരെയധികം ദുഃഖമുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെയാണ് ഈ ലിസി സിനിമയിലേക്ക് വരുന്നത്. സിനിമയിലേക്ക് വന്ന് മോഹൻലാൽ, നമ്മുടെ മണിമുള്ള രാജു, ഇങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രിയദർശൻ, ഇങ്ങനെയുള്ള കൂട്ടുകെട്ടിൻ്റെ ശങ്കർ, ഇങ്ങനെയുള്ള കൂട്ടുകെട്ടിൻ്റെ ഇടയിലേക്ക് ലിസി വരുന്നത്. ലിസി ആണെച്ചാൽ നല്ല ടാലൻ്റ് ഉള്ള ഒരു അഭിനേതാവാണ്, നന്നായി അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്തിന് പ്രിയനായിട്ട് പ്രേമത്തിലാവുന്നത്. പ്രേമത്തിലാവുന്ന പറഞ്ഞാൽ പ്രിയൻ ഇപ്പം കല്യാണം കഴിക്കാനൊന്നല്ല. പ്രിയൻ അങ്ങനെ ഒരു നടി വന്നു, അങ്ങനെ അവരങ്ങോട്ട് ഇതായി, അങ്ങനെ അവർ ഇനിയിപ്പോൾ നമ്മളത് വിശദീകരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പ്രേമമായി അങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രിയൻ പറഞ്ഞു, കല്യാണം കഴിക്കാനൊന്നും എന്നെ നോക്കണ്ട, എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല, എൻ്റെ കരിയറൊക്കെ വലിയ ലെവലിൽ പോകേണ്ടതാണ്. ഈ കല്യാണം കഴിച്ച് ഇവിടെ ഒതുങ്ങിക്കൂടാനായിട്ട് എനിക്ക് യാതൊരു താല്പര്യമില്ല, നിന്നെ കല്യാണം കഴിക്കില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ലിസിക്ക് വിഷമായി. ലിസിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുവരെയുള്ള ഒരു ആദ്യമായിട്ട്
ചിലപ്പോൾ നമ്മുടെ ഒരു സ്ത്രീയുടെ സ്വത്ത് എന്നുള്ള നിലയിൽ ചിലപ്പോൾ അത് കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു ഫീലിങ്സ് ലിസിക്ക് ഉണ്ടാവാം. ലിസി പറഞ്ഞു, എന്നെ കല്യാണം കഴിച്ചത് ഞാൻ ആത്മഹത്യ ചെയ്യും, എനിക്കിനി വേറൊരു ഓപ്ഷൻ ഇല്ല, എനിക്ക് സിനിമയല്ല എൻ്റെ ജീവിതം, എനിക്ക് കുടുംബമായിട്ട് ജീവിക്കണം, അതിനാണ് എന്നെ കല്യാണം കഴിക്കണം, എന്നെ കഴിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഇപ്പോൾ പ്രിയദർശൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അതൊക്കെ നമ്മളെന്തോരം കേട്ടിരിക്കുന്നു, ഇവർ ആത്മഹത്യ ചെയ്യാൻ ചെയ്തോട്ടെ, ഇതൊക്കെ അങ്ങനെ ഭീഷണിപ്പെടുത്തിട്ടൊന്നും എന്നെ കല്യാണം കഴിയും, നിന്നെ കല്യാണം ഞാൻ കഴിക്കില്ല എന്നുള്ളത് ഒറ്റക്കാലിൽ എൻ്റെ പ്രിയദർശൻ നിന്നു. പക്ഷെ എന്തുണ്ടായി, ലിസി കൈയിൻ്റെ ഞരമ്പ് മുറിച്ച് ആശുപത്രിയിലായി. അപ്പോൾ പ്രിയന് മനസ്സിലായി ഇതൊരു പ്രശ്നമാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവൾക്ക് അസ്ഥിമ പിടിച്ചുള്ള പ്രേമമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുഖേന ഒരു പെൺകുട്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജീവിതകാലം മുഴുവൻ അതിൻ്റെ ശാപം നമ്മുടെ പിന്നാലെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് പ്രിയദർശൻ്റെ വീട്ടിലാർക്ക് യാതൊരു താല്പര്യമില്ല. അതുപോലെ തന്നെ ലിസിയുടെ അമ്മയ്ക്കും താല്പര്യമില്ല ഈ കല്യാണത്തിനോട്, യാതൊരു താല്പര്യമില്ല. ലിസിയുടെ വലിയ വലിയ പടങ്ങളിലൊക്കെ അഭിനയിച്ച് കോടികൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഈ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അഭിനയം നിർത്തി കഴിഞ്ഞാൽ പണി പാളിയില്ലേ. അപ്പോൾ അതിന് അമ്മയ്ക്ക് യാതൊരു താല്പര്യമില്ല. പിന്നെ 2 ജാതിക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം പ്രിയദർശൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ പ്രിയദർശനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സമയമാണ്. അങ്ങനെ നിൽക്കുമ്പോഴേക്കും തമിഴിൽ നല്ലൊരു ചാൻസ് കിട്ടി, അത് ആ പടം അവിടെ ഭയങ്കര ഹിറ്റായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ കല്യാണം കഴിക്കാൻ തന്നെ, ഈ ആത്മഹത്യാ ശ്രമം കഴിഞ്ഞതോടുകൂടി കല്യാണം കഴിക്കാൻ തന്നെ നമ്മുടെ പ്രിയദർശൻ ലിസിയോട് പറഞ്ഞു. അപ്പോൾ അവൾക്ക് സമാധാനമായി. അങ്ങനെ ഒരു പണിക്കർ എന്ത് സിനിമ തുടങ്ങായാലും ഏതൊക്കെ ഉണ്ടായാലും ഇവർ 3 പേരും, മോഹൻലാലും മണിയമ്പിള്ള രാജും ഈ പ്രിയദർശൻ കൂടി ഒരു പണിക്കരെടുത്ത് പോകും. ആ പണിക്കർ പറയണതിനനുസരിച്ചാണ് ഇവരെ ബാക്കിയുള്ള കാര്യങ്ങൾ. അങ്ങനെ ഒരു പണിക്കരെടുത്ത് പോയി, ഈ ലിസീനെ ഞാൻ കല്യാണം കഴിച്ച ഞാൻ കുത്തുപാള എടുക്കോ അത് ഞാൻ തെണ്ടുവോ, അത് എനിക്ക് നല്ലത് വരുമോ എന്നൊന്ന് നോക്കി പറയാം എൻ്റെ പണിക്കരേന്ന് പറഞ്ഞു. അപ്പോൾ പണിക്കർ എന്തുണ്ടായി, അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, പ്രിയ നീ അവളെ കല്യാണം കഴിച്ചോ, അവളെ നല്ല രാശിയാണ് കാണുന്നത്, അവളെ കല്യാണം കഴിക്കാൻ നിനക്ക് വെച്ചടി കയറ്റാ, പിന്നെ നിനക്ക് പിന്തിരിഞ്ഞ് നോക്കണ്ടേ വരില്ല, ഒരു സംശയം വിചാരിക്കണ്ട, നീ കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ പ്രിയദർശൻ ഒന്നും നോക്കിയില്ല. അങ്ങനെ ഒരു മൂകാംബികയിൽ നടന്ന ഒരു കല്യാണം, അങ്ങനെ ഒരു മൂകാംബികയിൽ കല്യാണമൊക്കെ അടിപൊളിയായിട്ട് നടന്നു. അങ്ങനെ ലിസിനെ കല്യാണം കഴിച്ചു, ലിസിയുടെ പേര് മാറ്റി, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അതോടുകൂടിയിട്ട് എന്തുണ്ടായി, ലിസി സിനിമയിൽ തന്നെ വേണ്ടാന്ന് വെച്ചു, ഒരു കുടുംബിനിയായി, അങ്ങനെ ഒതുങ്ങിക്കൂടി. അതുമല്ല, ഈ പണിക്കർ പറഞ്ഞ പോലെ തന്നെ പ്രിയദർശന് വെച്ചടി കയറ്റാറുണ്ട് ഹിന്ദിയിൽ. അതുപോലെ തന്നെ ഹിന്ദിയിലെടുക്കുന്ന ഈ മലയാളത്തിലെടുത്ത പടങ്ങളൊക്കെ തക്കട തരികടയായിട്ട് ഹിന്ദിയിലെടുത്തു. ഹിന്ദിയിലെ എല്ലാ പടങ്ങളും ഹിറ്റ്, വലിയ നടന്മാരെ വെച്ചെടുത്തു, അതൊക്കെ ഹിറ്റ്. തമിഴിൽ നിന്ന് നേരിട്ട് ഹിന്ദിയിലേക്ക് കോടികൾ വിലയുള്ള ഒരു വലിയ സംവിധായകനായിട്ട് മാറി. പിന്നെ ഇവരെ ഇടയിൽ ഈ ഓരോ പ്രശ്നങ്ങൾ കയറി വരുന്നത്, ഈ പ്രശ്നങ്ങൾ കയറി വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയദർശനെ ഈ ലിസി കല്യാണം കഴിച്ച തന്നെ സ്നേഹിച്ചാണ്. അപ്പോൾ ആ ഒരു സ്നേഹത്തിന്റെ മുകളിൽ ഇനി ഹിന്ദിയിൽ ചെന്നപ്പോഴും തമിഴിൽ ചെന്നപ്പോഴും പല നടികളെ കുറിച്ചുള്ള അപവാദ പ്രചാരണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താ നോക്കിയപ്പോൾ അതിലാണ് ഈ ലിസി ഈ ഡൈവോഴ്സ് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയദർശൻ അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഒരുപാട് ഈ ലിസിയും പ്രിയദർശനായുള്ള ബന്ധം വീണ്ടും അരിക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടി മോഹൻലാലൊക്കെ ഒരുപാട് പണിപ്പെട്ടു. പക്ഷെ നടന്നില്ല. ലിസി ഒറ്റ കാലിൽ നിന്ന് എനിക്ക് ഡൈവോഴ്സ് വേണം, അത് ഇത്രയും വലിയ മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം. പക്ഷെ ആത്മാർത്ഥമായിട്ടാണെന്ന് പ്രിയദർശൻ നമ്മുടെ ലിസിനെ സ്നേഹിച്ചിരുന്നത്. ഇപ്പോഴും പ്രിയദർശന് ലിസിനെ ഇഷ്ടമാണ്. എന്തോ അവർക്ക് അവരുടെ ഇടയിൽ എന്തോ ഒരു വലിയൊരു സംഭവം ഉണ്ടായില്ല. ആ സംഭവം എന്താണെന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഈ സംഭവം ഉണ്ടായത്. പക്ഷെ അതിനേക്കാളൊക്കെ ഡൈവേഴ്സ് ആയത് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ, അതിനേക്കാളൊക്കെ വളരെയധികം എൻ്റെ മനസ്സിനെ വിഷമപ്പെടുത്തിയുള്ള ഒരു സംഭവമാണ്. അത് ഒരിക്കലും എനിക്ക് ലിസിയുടെ ഭാഗം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ലിസി ഒരു ഭയങ്കര തെറ്റാണ് ചെയ്തത്. ഒരിക്കലും ഒരു മകള് ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ചെയ്തത്. ഈ നമ്മുടെ ലിസിയുടെ അപ്പനുണ്ട്, അപ്പൻ വർക്ക് ചെയ്യുന്ന പേര്, അദ്ദേഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിസി ഉണ്ടായതിനു ശേഷം ലിസിയുടെ നമ്മുടെ ഈ അമ്മയുടെ ഈ ദുർനടപ്പും കാര്യങ്ങളൊക്കെ കാരണം എന്തുണ്ടായി, ഈ അമ്മേനെ ഉപേക്ഷിച്ചിട്ട് ഈ വർക്കിൽ പോയി. പിന്നെ ലിസി അച്ഛനെ കണ്ടിട്ടില്ല, അപ്പനെ പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. അങ്ങനെ ഈ വർക്കി എന്ന് പറഞ്ഞ ആൾ വേറെ ഒരു സ്ഥലത്ത് പോയി വേറൊരു രാജ്യത്ത് ജീവിക്കുന്നുണ്ടായിരുന്നു. ലിസി ഇങ്ങനെ വലിയ നടിയായി, വലിയ സംവിധായകൻ, കല്യാണം കഴിച്ചു, അങ്ങനെ വലിയ പൊസിഷനിലായി. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേട്ടപ്പോൾ പോരാത്തിന് അദ്ദേഹത്തിനും വയസ്സായി, അദ്ദേഹത്തിന് നോക്കാൻ ആളില്ല. അവന് ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഇടയിൽ ഇദ്ദേഹം എന്തുണ്ടായി, ഇദ്ദേഹത്തിന് മകളെ കാണുന്നത് തോന്നണം. അത് ആർക്കായാലും ഉണ്ടാവില്ലോ.
എന്തായാലും ഒരേ രക്തമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ മനുഷ്യൻ ചെന്നൈയിലേക്ക് പോവുക. അപ്പോൾ അന്ന് പ്രിയദർശൻ്റെ ഭാര്യയാണ്. അങ്ങനെ ഭാര്യ ഇരിക്കുന്ന സമയത്ത് തന്നെ പ്രിയദർശൻ്റെ അവിടെ ചെന്നിട്ട് ഈ മകളെ കാണണമെന്ന് പറയാം. അങ്ങനെ പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. ആട്ടി ഓടിച്ചു അവിടുന്ന്. ആട്ടി ഓടിച്ചതെന്ന് മാത്രമല്ല, ദേഹോപദ്രവം ചെയ്തു എന്നാണ് പറയണത്. അങ്ങനെ ഈ മനുഷ്യൻ കഷ്ടപ്പെട്ട് തിരിച്ചു പോരാനുള്ള വണ്ടിക്കൂലി പോലും ഇല്ല ഈ മനുഷ്യൻ്റെ കയ്യിൽ. ഇത്രയും പ്രായമായ ആളല്ലേ. ലാസ്റ്റ് ആയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് പല മലയാളികളെയും കണ്ടു. ആ മലയാളികളുടെ കയ്യിൽ നിന്നൊക്കെ പിരിവെടുത്തിട്ടാണ് അവരാണ് കേരളത്തിലേക്ക് ഈ മനുഷ്യനെ കയറ്റി പറഞ്ഞയച്ചത്. അങ്ങനെ നാട്ടിൽ വന്നു നോക്കിയപ്പോൾ ഈ ജീവിക്കാൻ യാതൊരു മാർഗവും. അപ്പോൾ 10 പൈസയ്ക്ക് വരുമാനമില്ല, ജോലി ചെയ്യാനും പറ്റില്ല, അതിലൊരു രോഗിന്. അപ്പോൾ കേസ് കൊടുത്തു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിസിയുടെ മുകളിൽ എൻ്റെ മകളാണ്, എനിക്ക് വയസ്സാം കാലത്ത് എനിക്കിപ്പോൾ ചിലവിന് തരുന്നില്ല, എനിക്ക് ചിലവിന് കിട്ടണം, എനിക്ക് ജീവനാംശം കിട്ടണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. അങ്ങനെ കേസ് എറണാകുളത്ത് വിധിയായി. അച്ഛന് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വിധിയായി. പക്ഷേ നമ്മുടെ ലിസിയുടെ വക്കീൽ വന്ന് വാദിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ലിസിക്ക് അങ്ങനെ ഒരു അപ്പനെ അറിയില്ല, എൻ്റെ അപ്പൻ്റെ പേര് ജോസഫ് എന്നാണ്, ഈ വർക്കി എന്ന് പറഞ്ഞ ആളെ എനിക്ക് അറിയില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ അച്ഛൻ ഞാൻ ജനിച്ചതിന് ശേഷം അപ്പനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇത് എൻ്റെ അപ്പനല്ല, എൻ്റെ അപ്പനാന്ന് എന്നാ തെളിയിക്കുന്നു അന്ന് ഞാൻ ചെലവിന് കൊടുക്കാം എന്നാണ് പറഞ്ഞത്. ഈ പാവം വൃദ്ധനുണ്ട നമ്മുടെ ടെസ്റ്റുകളൊക്കെ നടത്തി ആ ടെസ്റ്റുകളൊക്കെ കൊണ്ടുപോയി കോടതിയിൽ കൊടുത്ത് അവിടുന്ന് വിധി കൊണ്ടുവരാനായിട്ടുള്ള ആളുമില്ല, പ്രാപ്തിയില്ല, ഒന്നുമില്ല. അങ്ങനെ ആ മനുഷ്യൻ കഷ്ടത്തിലായി. അപ്പോൾ കേസ് നടത്തി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ കോടതിക്ക് കാര്യങ്ങൾ മനസ്സിലായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പന് ഒരു അപ്പൻ തന്നെയാണ്, പക്ഷെ എന്നിരുന്നാലും അപ്പന് ഈ വാർദ്ധക്യ കാലത്തിൽ മകള് വലിയ സമ്പത്ത് നിലയിൽ ജീവിക്കുന്നു. അപ്പോൾ ഒരു മാസത്തിൽ 5500 വീതം കൊടുക്കാനായിട്ട് കോടതി വിധിക്കുന്നു. അത് മുൻകാല പ്രാബല്യത്തിൽ കൊടുക്കണം. കേസ് കൊടുത്ത എന്നാണോ അന്ന് മുതലുള്ള പൈസ ഇന്ന വരെയുള്ള പൈസ കൊടുക്കാനായിട്ട് കോടതി വിധിയാക്കണം. പക്ഷേ ആ കോടതി വിധി ഇവർ നടപ്പാക്കിയില്ല. ട്രിബ്യൂണൽ വിധി ഇവർ നടപ്പാക്കിയില്ല. നടക്കാപ്പായപ്പോൾ വീണ്ടും ഇദ്ദേഹം ചെന്ന് കളക്ടറെ കണ്ട് പറഞ്ഞു, ആർഡിഒനെ കണ്ട് പറഞ്ഞു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വീണ്ടും കയറി ഇറങ്ങിയപ്പോൾ ആ കേസ് വീണ്ടും ഇങ്ങനെ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതൊരു പ്രശ്നത്തിലേക്ക് വന്നപ്പോൾ ഈ ലിസിക്ക് കുറച്ച് സ്ഥലങ്ങളുണ്ട് എറണാകുളത്ത്. ആ സ്ഥലങ്ങൾ ജപ്തി ചെയ്യാനായിട്ട് ഓർഡറായി. കളക്ടർ ഓർഡർ ചെയ്തു. അങ്ങനെ ആദ്യം അത് ജപ്തി നടകളിലേക്ക് നീങ്ങാനുള്ള സംഭവം വന്നു. അങ്ങനെ വന്നപ്പോൾ പറഞ്ഞു പൈസ കൊടുക്കാം, ഈ പറഞ്ഞ പൈസ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഈ നമ്മുടെ വർക്കി എന്ന് പറഞ്ഞ ആൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി, പക്ഷാപാതം വന്നു, പിന്നെ എനിക്ക് നടക്കാൻ പറ്റാണ്ടായി, നോക്കാൻ ആളില്ലാണ്ടായി. ചേട്ടൻ്റെ മകനും മകളൊക്കെയാണ് നോക്കി ഓടുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ വർക്കി എന്നും പറയും ലിസീനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മൗച്ചായി ഉണ്ട് ലിസി എന്നുള്ളത്. അങ്ങനെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മകൾ എന്നെ കാണാൻ വരും എന്ന് ആ വൃദ്ധൻ വെറുതെ ആഗ്രഹിച്ചു, വെറുതെ മനസ്സിൽ മോഹിച്ചു. അങ്ങനെ മോഹിച്ച് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് എന്തുണ്ടായി, അദ്ദേഹം മരിച്ചുപോയി. ആ മരിച്ചിട്ട് പോലും ഈ ലിസി എന്ന് പറഞ്ഞ ആള് ലിസിനെ കാണാനോ ജീവിച്ചിരിക്കുമ്പോൾ കാണാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും വന്നില്ല. ഇനിയിപ്പം മരിച്ചിട്ട് വന്നോ എന്നാന്ന് നമുക്ക് അറിയില്ല, എന്താണെന്നുള്ളതിനെ പറ്റി അറിയില്ല. എന്തായാലും മരിക്കുന്നവരെ വന്നിട്ടില്ല. അങ്ങനെ ആ ഒരു ആഗ്രഹം സാധിക്കാണ്ട് സ്വന്തം മോളെ ഒരു വാക്ക് കാണാനായിട്ട് ഈ മോളെ ചെയ്ത് എന്ത് തെറ്റും പൊറുക്കാനായിട്ട് തയ്യാറായിട്ട് നിന്ന ഒരു വ്യക്തി ആ ആഗ്രഹം സഫലമാക്കാണ്ട് അദ്ദേഹം പോയി. എന്നിട്ട് ഇപ്പം എന്തുണ്ടായി, പ്രിയദർശനാവുന്ന ഡൈവേഴ്സ് വാങ്ങിച്ചു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ വന്നു. ഇപ്പം എന്തുണ്ടായി, അതാണ് പറഞ്ഞത്, നമ്മൾ ചോട്ടിൽ വെള്ളം ഒഴിച്ചാലാണ് തലക്കിൽ പൊടിക്കുള്ളൂ. ഈ അപ്പനും അമ്മോടൊക്കെ ചെയ്യുന്ന ദ്രോഹങ്ങൾ മക്കൾ ഈ ഭൂമിയിൽ തന്നെ അനുഭവിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇതുകൊണ്ടൊന്നും ആയില്ല, ഇനിയും കിടക്കുന്നുണ്ടാവും അനുഭവിക്കാനായിട്ട്, നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുന്നു. അപ്പോൾ അമ്മമാരാണ് നടികളാക്കിയിട്ട് എടുക്കാനും അതുപോലെ തന്നെ പല എഗ്രിമെന്റുകൾ ചെന്ന് ചാടാനും നടികളാക്കിയിട്ട് പറത്താൻ വിടാനും ചിറക് വരുത്താനും കോടികൾ സമ്പാദിക്കാനും ഒരു തുടക്കം എന്നുള്ള നിലയിൽ അമ്മമാരാണ് എല്ലാം മുന്നിട്ട് ഇറങ്ങുന്നത്. അച്ഛന്മാരെപ്പോഴും പിന്നിൽ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പറഞ്ഞത്. ഇപ്പം ഈ കോലാഹലങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ ഹേമ കമ്മീഷൻ മറ്റുള്ള കമ്മീഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ കാരണം നമ്മളിപ്പോൾ ഈ വിഷയം പറയാൻ കാരണം. അപ്പോൾ ഇത്രയും കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും
നന്ദി, നമസ്കാരം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്ത വേറൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരാണ് കൂടുതൽ പേരും. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് സന്തോഷം. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ട് കഴിഞ്ഞിട്ട് പോലും ലൈക്ക് അടിക്കാനായിട്ട് ഇതുവരെ മറന്നിട്ടുള്ള ആൾക്കാർ ഒന്ന് ലൈക്ക് അടിക്കുക. അത് നമ്മുടെ ചാനലിന് ഒരുപാട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഉപകാരപ്പെടും. നിങ്ങളോടല്ലാണ്ട് വേറൊന്നും ആരോടും എനിക്ക് പറയാനില്ലല്ലോ. ഈ ചാനൽ തന്നെ നടന്നു പോകുന്നത് നിങ്ങളുടെ കാരുണ്യം കൊണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് എന്നും കടപ്പെട്ടിരിക്കുന്നവനാണ് ഞാൻ. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.